ആത്മനമസ്കാരം. ദേവി മാഹാത്മ്യം അധ്യായം 7 ചണ്ഡമുണ്ട വധം. അതിലെ ശ്ലോകം 13 നമ്മൾ കാണുന്നത്. ബലിനാം തദ്ബലം സർവം അസുരാണാം ദുരാത്മാനാം മമർദ്ധ അഭക്ഷയത് ച അന്യാൻ അന്യാം ച അതാടയത് തഥാ. ദുരാത്മാക്കളും ബലിനാം ബലവാന്മാരുമായ സർവ അസുരാണാം തദ്ബലം ആ അസുരന്മാരുടെ ആ സൈന്യത്തെ മുഴുവനും ദേവി മമർദ്ധ ദേവി മർദ്ദിച്ചു. അതിനുശേഷം ച അന്യാൻ അഭക്ഷയത് ചില അസുരന്മാരെ ദേവി ഭക്ഷിച്ചു. ഇനി അന്യാം ച അതാടയത് തഥാ അതുപോലെ ചിലരെ അതാടയത് എന്ന് വെച്ചാൽ അടിച്ചു വീഴ്ത്തി എന്നർത്ഥം. അപ്പോൾ ദുരാത്മാക്കളും ബലവാന്മാരുമായ അസുര സൈന്യത്തെ മുഴുവനും ദേവി മർദ്ദിച്ചു വീഴ്ത്തി. ചിലരെ ദേവി അങ്ങ് ഭക്ഷിച്ചു, ചിലരെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. അസിന നിഹതാഹ കേചിത് ഗഡ്വാംഗ താഡിതാഹ ജഗ്മുഹു വിനാശം അസുര ദന്ത അഗ്ര അഭിഹതാഹ തഥാ. കേജിത് അസുരാഹ ചില അസുരന്മാരെ ദേവി അസിനാ നിഹത വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി. കേജിത് അസുര വേറെ ചില അസുരന്മാരെ ഗഡ്വാംഗ താഡിതാഹ ഗഡ്വാംഗം എന്ന ആയുധം കൊണ്ട് അടിച്ചു വീഴ്ത്തി. ഇനി തഥാ അതുപോലെ വേറെ ചില അസുരന്മാരെ ദന്ത അഗ്ര അഭിഹത ദന്താഗ്രം കൊണ്ട് പല്ലിന്റെ അഗ്രഭാഗം കൊണ്ട് കടിച്ചു മുറിച്ചു. ഇപ്രകാരം അസുര സൈന്യത്തെ മുഴുവൻ ജഗ്മുഹു വിനാശം മുഴുവനായും ദേവി നശിപ്പിച്ചു. അപ്പൊ ചില അസുരന്മാരെ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി, വേറെ ചിലരെ ഗഡ്വാംഗം എന്ന ആയുധം കൊണ്ട് അടിച്ചു, വേറെ ചിലരെ പല്ലിന്റെ അഗ്രഭാഗം കൊണ്ട് കടിച്ചു മുറിച്ചു. ഇപ്രകാരം മുഴുവൻ അസുര സൈന്യത്തെയും ദേവി അങ്ങ് നശിപ്പിച്ചു. ക്ഷണേന തദ്ബലം സർവം അസുരാണാം നിപാതിതം ദൃഷ്ട്വാ ചണ്ഡഃ അഭിദുദ്രാവ താം കാളീം അതിഭീഷണം. ക്ഷണേന ക്ഷണനേരം കൊണ്ട് സർവം അസുരാണാം അസുര സൈന്യം മുഴുവനും ആ തദ്ബലം ആ സൈന്യത്തെ മുഴുവനും നിപാതിതം അതായത് നശിച്ചത് കണ്ടിട്ട് താഴെ വീഴ്ത്തപ്പെട്ടത് ദൃഷ്ട്വ കണ്ടിട്ട് ചണ്ഡഃ ആ ചണ്ഡാസുരൻ അതിഭീഷണം താം കാളിയും ഭീഷണയായ കാളിയോട് അഭിദുദ്രാവ ഏറ്റുമുട്ടാനായിട്ട് ഓടിയെടുത്തു എന്ന്. അപ്പൊ വളരെ കുറച്ചു സമയം കൊണ്ട് ദേവി അസുര സൈന്യത്തെ മുഴുവനും നശിപ്പിച്ചത് കണ്ട് ചണ്ഡാസുരൻ അതിഭീഷണയായ ആ കാളീദേവിയോട് എതിർക്കാനായി ഓടിയെടുത്തു. ശരവർഷൈഹി മഹാഭീമൈഹി ഭീമാക്ഷീം താം മഹാസുരഃ ചാദയാമാസ ചക്രൈഹി ച മുണ്ടഃ ക്ഷിപ്തൈഹി സഹസ്രശഃ. മഹാസുരഃ ആ ചണ്ഡമഹാസുരൻ ഭീമൈഹി അതിഭീമമായ ശരവർഷൈഹി ശരവർഷങ്ങൾ കൊണ്ടും മുണ്ടഃ ആ മുണ്ടാസുരൻ സഹസ്രശഃ ആയിരക്കണക്കിന് ചക്രഃ ചക്രങ്ങളെ കൊണ്ടും ക്ഷിപ്തൈഹി ദേവിക്ക് നേരെ അയച്ചപ്പോൾ അവയെല്ലാം കൊണ്ട് ദേവി ഭീമാക്ഷിയും ഭീമമായ കണ്ണുകളോടുകൂടി ആ ദേവിയെ ചാതയാമാസ പൊതിഞ്ഞുകളഞ്ഞു എന്ന്. അപ്പോ ചണ്ഡാസുരൻ അതിഭീമമായ ശരങ്ങളും ദേവിക്ക് നേരെ അയച്ചു. മുണ്ടാസുരൻ ആയിരക്കണക്കിന് ചക്രങ്ങളും ദേവിക്ക് നേരെ അയച്ചു. ഇവയെല്ലാം കൊണ്ടും ഭീമമായ കണ്ണുകളോടുകൂടി ആ ദേവിയെ അങ്ങ് കാണാൻ പറ്റാത്ത രീതിയിൽ പൊതിഞ്ഞു കളഞ്ഞു എന്ന്. ശരങ്ങൾ കൊണ്ടും ചക്രങ്ങൾ കൊണ്ടും ദേവിയെ കാണാൻ പറ്റാത്ത രീതിയിൽ മൂടപ്പെട്ടു. താനി ചക്രാണി അനേകാനി വിഷമാനാനി തന്മുഖം ബഭൂഹു യഥാ അർക്കബിംബാനി സുബഹൂനി ഘനോധരം. താനി അനേകാനി ചക്രാണി ആ അനേകം ചക്രങ്ങൾ അതായത് ചണ്ഡമുണ്ടാസുരന്മാർ അയച്ച അനേകം ചക്രായുധങ്ങൾ തന്മുഖം വിഷമാനാനി ദേവിയുടെ വായിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിനൊരു ഉദാഹരണം പറയാണ്. ഘനോദരം കാർമേഘക്കൂട്ടത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച സുബഹൂനി അസംഖ്യം അർക്കബിംബാനി സൂര്യബിംബങ്ങൾ യഥാ എന്ന പോലെ ബഭൂ അത് ശോഭിച്ചു എന്ന്. അപ്പോ
സൂര്യബിംബം പോലെ പ്രകാശിക്കുന്ന ചണ്ഡമുണ്ടാസുരന്മാരയച്ച ചക്രായുധങ്ങൾ ദേവിയുടെ നേർക്കയച്ചതെല്ലാം ദേവിയുടെ വായിലേക്കാണ് പ്രവേശിച്ചത്. അങ്ങനെ ദേവിയുടെ വായിലേക്ക് പ്രവേശിച്ചപ്പോൾ കാളി ദേവിയുടെ വായിലേക്കാണ് അത് പ്രവേശിക്കുന്നത്. അപ്പൊ കാർമേഘത്തിന്റെ ഉള്ളിലേക്ക് സൂര്യബിംബങ്ങൾ പ്രവേശിച്ചതുപോലെയാണ് അത് ശോഭിച്ചത്. ആ കറുത്തിരണ്ട കാളി ദേവിയുടെ ആ കാർമേഘം പോലെയുള്ള വായുടെ ഉള്ളിലേക്ക് അസംഖ്യം സൂര്യബിംബങ്ങൾ പ്രവേശിച്ചതുപോലെ അതങ്ങനെ ശോഭിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. തതഃ ജഹാസ അതിരുഷാ ഭീമം ഭൈരവനാദിനി കാളീ കരാളവക്ത്രാന്ത ദുർദർശ ദശനോജ്വലഃ. തതഃ അനന്തരം ഭൈരവനാദിനി അതിഭയങ്കരമായി അട്ടഹസിക്കുന്നവളും കരാളവക്ത്രാന്ത അതിഭയങ്കരമായ ദേവിയുടെ ആ വായയുടെ അന്തർഭാഗത്ത് ദുർദർശ കാഴ്ചയ്ക്കു ഭയങ്കരമായ ഭയജനകമായ ദശനഹ ദന്തങ്ങള് പല്ലുകൾ ഉജ്ജ്വലഹ എന്ന് വെച്ചാൽ ഉജ്ജ്വലതയോടെ പ്രകാശിക്കുന്നവളുമായ കാളി, ആ കാളി ദേവി ജഹാസ അതിരുഷ അത്യധികം കോപത്തോടെ അങ്ങ് ഭീഷണമായി അങ്ങ് ചിരിച്ചു എന്നാണ്, പൊട്ടിച്ചിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ചണ്ഡമുണ്ടാസുരന്മാരയച്ച ചക്രായുധങ്ങൾ ദേവിയുടെ വായിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിഭയങ്കരമായി അട്ടഹസിക്കുന്നവളും അതിഭയങ്കരമായ വായയോട് കൂടിയവളുമായ ആ ദേവിയുടെ വായിലെ പല്ലുകൾ കാണാൻ പറ്റില്ല, കാഴ്ചയ്ക്ക് ഭയജനകമായിരുന്നു ആ പല്ലുകൾ. അങ്ങനെയുള്ള പല്ലുകൾ ഈ ചക്രായുധം വായിലേക്ക് കടന്നപ്പോൾ അതിന്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കാൻ തുടങ്ങി. ദേവിയുടെ ദന്തങ്ങളുടെ ഉജ്ജ്വലത അത് പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള കാളി ദേവി അത്യധികം കോപത്തോടുകൂടി അങ്ങ് ഭയമുണ്ടാക്കുന്ന വിധം ഉറക്കെ അട്ടഹസിച്ചു. ഉത്ഥായ ച മഹാ അസിം ഹം ദേവി ചണ്ഡം അധാവത. ഉത്തായ ച മഹാ അസിം ഹം ദേവി ചണ്ഡം അധാവത ഗൃഹീത്വ ച അസ്യ കേശേഷു ശിരഃ തേന അസിന അച്ചിനത്. മഹാ അസിം ച ഉത്തായ ദേവി തന്റെ വലിയ വാൾ ഉയർത്തി ഹം എന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ഹം ദേവി ചണ്ഡം അധാവത ചണ്ഡന് നേരെ അധാവത ഓടിയെടുത്തു. അപ്പൊ ദേവി ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് തന്റെ വാളങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് ഹം എന്നൊരു ശബ്ദവും പുറപ്പെടുവിച്ച് ചണ്ഡന് നേരെ ഓടിയെടുത്തിട്ട് അസ്യ കേശേഷു അവന്റെ ആ തലമുടി അങ്ങ് ഗൃഹീത്വ ചുറ്റിപ്പിടിച്ചിട്ട് തേന അസിന തന്റെ വാളുകൊണ്ട് ശിര അച്ചിനത് അവന്റെ ശിരസ് അങ്ങ് ഛേദിച്ചു കളഞ്ഞു, അതായത് അവന്റെ തല അരിഞ്ഞു കളഞ്ഞു എന്ന്. ദേവി ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് തന്റെ വാള് ഉയർത്തി ഹം എന്നൊരു ശബ്ദവും പുറപ്പെടുവിച്ച് നേരെ ചണ്ഡന് നേരെയാണ് ഓടിയെടുത്തത്. അവന്റെ തലമുടിക്കങ്ങ് ചുറ്റിപ്പിടിച്ച് തന്റെ വാളുകൊണ്ട് അവന്റെ തലയങ്ങ് ശിരസങ്ങ് ഛേദിച്ചു കളഞ്ഞു. അധ മുണ്ടഃ അഭ്യധാവത് താം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം താം അപാതയത് ഭൂമൗ സഹ ഗഡ്ഗ അഭിഹതം രുഷാ. ചണ്ഡം നിപാതിതം ദൃഷ്ട്വ ചണ്ഡാസുരൻ നിലത്ത് വീഴുന്നത്, തല അറ്റ് നിലത്ത് വീഴുന്നത് കണ്ടിട്ട് അധഃ അനന്തരം മുണ്ടാസുരൻ താം ദേവിയുടെ നേരെ അഭ്യധാവത് ഓടിയെടുത്തു. എന്നാൽ സഹ ആ ദേവിയാകട്ടെ രുഷാ അതീവ കോപത്തോടെ ഗഡ്ഗ അഭിഹതം ആ മുണ്ടാസുരനെ ഗഡ്ഗം കൊണ്ട് അടിക്കുകയും ഭൂമൗ അപാതയത് ഭൂമിയിൽ വീഴ്ത്തുകയും ചെയ്തു എന്നർത്ഥം. അപ്പൊ ചണ്ഡാസുരൻ വീഴുന്നത് കണ്ടിട്ട് മുണ്ടാസുരൻ ദേവിയോട് യുദ്ധം ചെയ്യാൻ ഓടിയെടുത്തപ്പോൾ ദേവി അവന്റെയും മുടി ചുറ്റിപ്പിടിച്ച് ഗഡ്ഗം കൊണ്ട് അവനെ അടിച്ച് ഭൂമിയിൽ വീഴ്ത്തി. ഹതശേഷം തതഃ സൈന്യം ദൃഷ്ട്വാ ചണ്ഡം നിപാതിതം മുണ്ടം ച സുമഹാവീര്യം ദിശോഭേജേ ഭയാതുരം. തതഃ അനന്തരം സൈന്യം ആ ചണ്ഡമുണ്ടാസുരന്മാരുടെ സൈന്യം ഹതശേഷം കുറേ സൈനികർ മരിച്ചു വീണതിന് ശേഷം ബാക്കി വന്ന സൈന്യം ചണ്ഡം മഹാവീര്യം മുണ്ടം മഹാവീരനായ മുണ്ടാസുരനും ചണ്ഡാസുരനും നിപാതിതം നിലത്ത് വീണ് മരിച്ചു കിടക്കുന്ന ദൃഷ്ട കണ്ടിട്ട് ഭയാതുരം ഭയം കൊണ്ട് ദിശോഭേജെ 4 ദിക്കുകളിലേക്കും ഓടി എന്നാണ് പറഞ്ഞു വെക്കുന്നത്.
അപ്പോൾ ചണ്ടൻമുണ്ടാസുരന്മാർ മരിച്ചു വീണത് കണ്ട് അവരുടെ സൈനികർ കുറെ പേര് മരിച്ചു വീണു. ബാക്കി വന്നവരൊക്കെ ഭയത്തോടു കൂടി 4 ദിക്കുകളിലേക്കും ഓടി. ശിരഹ ചണ്ഡസ്യ കാളീ ച ഗൃഹീത്വാ മുണ്ടമേവ ച പ്രാഹ പ്രചണ്ഡ അട്ടഹാസം മിശ്രം അഭേദ്യ ചണ്ഡികാം. കാളീദേവി ചണ്ഡസ്യ ശിരഹ, ചണ്ഡന്റെ ശിരസിനെയും മുണ്ടമേവച, മുണ്ടന്റെ ശിരസിനെയും ഗൃഹീത്വ, കയ്യിലെടുത്തിട്ട് ചണ്ഡികാം അഭേദ്യ, ചണ്ഡികാദേവിയുടെ അടുത്തു പോയി പ്രചണ്ഡാട്ടഹാസം മിശ്രം, ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് പ്രാഹ, ഇപ്രകാരം പറഞ്ഞു എന്ന്. അപ്പോ ചണ്ഡമുണ്ടാസുരന്മാരെ വധിച്ചതിന് ശേഷം കാളീദേവി ചണ്ഡമുണ്ടാസുരന്മാരുടെ ശിരസ് കയ്യിലെടുത്ത് പിടിച്ച് അവിടെ ഇരുന്ന കൗശികി ദേവി അഥവാ ചണ്ഡികാദേവിയുടെ അടുത്തു ചെന്നിട്ട് ഇപ്രകാരം ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഇവിടെ ശ്ലോകം 23 എല്ലാം കണ്ടുകൊണ്ട് ചണ്ഡികാദേവി അഥവാ കൗശികി ദേവി അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ കണ്ടു, കൗശികി ദേവിക്ക് കോപം വന്നപ്പോൾ ആ കോപാഗ്നിയിൽ നിന്നും ഉണ്ടായതാണ് കാളീദേവി. കാളീദേവിയാണ് ഇത്ര നേരം ചണ്ഡമുണ്ടാസുരന്മാരോടും സൈന്യത്തോടും പൊരുതിയത്. ഇനി കാളീദേവി ചണ്ഡമുണ്ടാസുരന്മാരുടെ ശിരസുമേന്തി വന്ന് ചണ്ഡികാദേവിയോട് ഇപ്രകാരം പറയുകയാണ്. മയാ തവ അത്ര ഉപഹൃതൗ ചണ്ഡമുണ്ടൗ മഹാപശു യുദ്ധയജ്ഞേ സ്വയം ശുംഭം നിശുംഭം ച ഹനിഷ്യസി. അത്ര, ഈ യുദ്ധത്തിൽ, തവ, ദേവി, ഭവതിക്ക്, മയാ, ഞാനിതാ, ഉപഹൃതൗ, ഉപഹാരമായി സമർപ്പിക്കുന്നത്, ചണ്ഡമുണ്ടൗ മഹാപശു, ചണ്ഡമുണ്ടന്മാരെന്ന 2 മൃഗങ്ങളെ, പശുക്കളെയാണ്. ഒരു യുദ്ധത്തെ യജ്ഞത്തോട് താരതമ്യപ്പെടുത്തുകയാണ്. ഒരു യജ്ഞം നടക്കുമ്പോൾ മൃഗബലി നടത്തുന്നത് പോലെ യുദ്ധമാകുന്ന ഈ യുദ്ധയജ്ഞത്തിൽ, അല്ലയോ ഭവതി, അവിടത്തേക്ക് ഞാൻ ഉപഹാരമായി സമർപ്പിക്കുന്ന 2 മൃഗങ്ങളാണ് ചണ്ഡമുണ്ടാസുരന്മാർ. ഇനി യുദ്ധയജ്ഞേ, ഈ യുദ്ധയജ്ഞത്തിൽ സ്വയം, ദേവി സ്വയം, ഭവതി സ്വയം, ശുംഭം നിശുംഭം ച ഹനുഷ്യസി, ശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള ആ മൃഗങ്ങളെ ദേവി സ്വയം നിഗ്രഹിച്ചാലും എന്ന് കാളീദേവി അങ്ങോട്ട് പറയുകയാണ്. ഈ യുദ്ധയജ്ഞത്തിൽ ദേവിക്ക് ഉപഹാരമായി ഞാൻ ചണ്ഡമുണ്ടാസുരന്മാർ എന്ന 2 മൃഗങ്ങളെ സമർപ്പിക്കുന്നു. അവരുടെ ശിരസ് ഇവിടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഇനി ഈ യുദ്ധയജ്ഞത്തിൽ ദേവി തന്നെ സ്വയം ശുംഭനെന്നും നിശുംഭനെന്നും പേരുള്ള ആ മൃഗങ്ങളെ നിഗ്രഹിച്ചാലും എന്ന് ഇവിടെ കാളീദേവി ദേവിയോട് പറയുകയാണ്. അടുത്തതായി ഋഷിരുവാച, അതായത് സുമേധസ് മഹർഷി സുരത മഹാരാജാവിനോടും വൈശ്യനോടും പറയുകയാണ്. തൗ ആനീതൗ തതഃ ദൃഷ്ട്വാ ചണ്ഡമുണ്ടൗ മഹാസുരൗ ഉവാച കാളീം കല്യാണീ ലളിതം ചണ്ഡികാവചഃ. തൗ മഹാസുരൗ, ആ മഹാസുരന്മാരായ ചണ്ഡമുണ്ടൗ, ചണ്ഡമുണ്ടന്മാരുടെ ശിരസിനെ, തതഃ, അനന്തരം, ആ ശിരസിനെ, ആനീതൗ, കയ്യിലേന്തി വരുന്ന കാളീദേവിയെ, ദൃഷ്ട്വ, കണ്ടിട്ട്, ആ ചണ്ഡികാദേവി, കല്യാണി, മംഗളകാരിയായ ചണ്ഡികാദേവി കാളീദേവിയോട് ലളിതം വചഃ, ലളിതമായ വാക്കുകളോടെ, ഉവാച, ഇപ്രകാരം പറഞ്ഞു എന്ന്. അപ്പൊ മഹാസുരന്മാരായ ചണ്ഡമുണ്ടന്മാരുടെ ശിരസുമായി വന്ന് തൻ്റെ മുന്നിൽ നിൽക്കുന്ന കാളീദേവിയെ കണ്ടിട്ട് ആ മംഗളകാരിയായ ചണ്ഡികാദേവി കാളീദേവിയോട് ഇപ്രകാരം പറഞ്ഞു. ഇത് പറയുന്നത് സുമേധസ് മഹർഷിയാണ്. സുരത മഹാരാജാവിനോട് പറഞ്ഞു. യസ്മാത് ചണ്ഡം ച മുണ്ടം ച ഗൃഹീത്വ ത്വം ഉപാഗത ചാമുണ്ടാ ഇതി തതഃ ലോകേ ഖ്യാതാ ദേവി ഭവിഷ്യസി. യസ്മാത്, എന്തുകൊണ്ടെന്നാൽ, ചണ്ഡം ച മുണ്ടം ച ഗൃഹീത്വ ത്വം ഉപാഗത, ദേവി ചണ്ഡമുണ്ടാസുരന്മാരുടെ ശിരസ്സെടുത്തുകൊണ്ട് ഉപാഗത, കൊണ്ടുവന്നതിനാൽ, ചാമുണ്ടാ ഇതി, ചാമുണ്ടാദേവി, ചാമുണ്ടേശ്വരി എന്ന്, തതഃ ലോകേ, ഈ ലോകത്തിൽ, ഖ്യാതാദേവി ഭവിഷ്യസി, ദേവി പുകഴ്ത്തപ്പെടും എന്നാണ് പറഞ്ഞത്. അപ്പോ ചാമുണ്ടാദേവി, ഇവിടെ ചണ്ഡികാദേവി, അതായത് കൗശികി ദേവി, കൗശികി ദേവിയാണ് ചണ്ഡികാദേവി എന്ന് വിളിക്കുന്നത്. ആ കൗശികി ദേവി കാളീദേവിയോട് പറയുകയാണ്, ദേവി ചണ്ഡമുണ്ടാസുരന്മാരുടെ ശിരസ്സുമേന്തി ഇങ്ങോട്ട് വന്നതിനാൽ, കയ്യിലെടുത്ത് വന്നതിനാൽ, ദേവിയെ ഇനി മുതൽ ഈ ലോകം ചാമുണ്ടേശ്വരി എന്ന്
വാഴ്ത്തും, അങ്ങനെ പുകഴ്ത്തപ്പെടും എന്നാണ് ഇവിടെ ചണ്ഡികാദേവി അഥവാ കൗശികി ദേവി കാളീദേവിയോട് പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ 7-ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മാഹാത്മ്യേ സപ്തമഃ.